ജീവിതത്തിൻ്റെ ചെറിയൊരു കോണിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഈ യാത്രയ്ക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു വീട്ടുമുറ്റത്ത് തുടങ്ങി ഒരു വിശാലമായ പ്രകൃതി വിസ്മയത്തിലേക്ക് വ്യാപിക്കുന്ന ഒരനുഭവം, മനുഷ്യർ കാണാതെ പോകുന്ന ആ നിമിഷങ്ങൾ ഇന്ന് നമ്മൾ കുറച്ചകലം നിന്ന് നോക്കാം. പ്രഭാതത്തിൽ സൂര്യപ്രകാശം മൃദുവായി മണ്ണിൽ പതിക്കുന്നതോടൊപ്പം ഒരു മുറ്റത്തിൻ്റെ ഒരു ചെറു കോണിൽ ജീവൻ്റെ പാത തുറക്കുന്നു. മണ്ണിൻ്റെ വാസന, ഇലകളുടെ ചലനം, വായുവിലൂടെ ഒഴുകുന്ന പുഷ്പങ്ങളുടെ സുഗന്ധം എല്ലാം കൂടി പക്ഷികളെ ഇവിടെ എത്തിക്കുന്നു. അവരെ ഒരു വീടിൻ്റെ അതിഥികളാക്കുന്നു. മുന്നിൽ കാണുന്ന പക്ഷികൾക്ക് ഈ സ്ഥലം ഒരു വിശ്രമ കേന്ദ്രം, ഒരു സുരക്ഷിത അങ്കണം, ഒരു കുടിവെള്ളം കിട്ടുന്ന സ്വർഗം, ഒരു ബന്ധത്തിൻ്റെ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ്. വലിയതും ചെറുതുമായ പക്ഷികൾ ഓരോരുത്തരും തങ്ങളുടെ പാത പിന്തുടർന്ന് ഇവിടെ എത്തും. മറ്റൊന്നിനോട് മത്സരിക്കാതെ, മറ്റൊന്നിനെ തള്ളാതെ അവർക്കുള്ളിടം അവരവർ കണ്ടെത്തുന്നു. നമ്മൾ മനുഷ്യർ പഠിക്കേണ്ട ഒരു പാഠം. ചില പക്ഷികൾ വരുന്നത് മൃദുവായ ചാട്ടം മുഴക്കി, ചിലർ വരുന്നത് അനായാസമായി പാറ ഇഴഞ്ഞെത്തുന്നത് പോലെ, ചിലർ ദൂരത്തു നിന്നുള്ള ആകാശം താണ്ടി താഴേക്കിറങ്ങുന്നു. ഒരുമിച്ചെത്തുന്നവരും ഒറ്റയ്ക്കെത്തുന്നവരും ഓരോ എത്തലും ഒരു കഥയാണ്. ചിലരുടെ ചിറകുകൾ പ്രകാശത്തിൽ മിന്നും, ചിലർക്ക് മൃദുവായ തവിട്ടു നിറം. പക്ഷേ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ മുറ്റത്തെ കൂടുതൽ ജീവനുള്ളതാക്കുന്നു. വെള്ളത്തിനരികിലുള്ള നിമിഷങ്ങൾ അത്ഭുതമാണ്. ഒരു പക്ഷി തലചായ്ച്ച് വെള്ളത്തിൻ്റെ തിളക്കത്തിൽ സ്വന്തമായി മുഖം നോക്കുന്നത് പോലെ ചെറുതായി ഒരു തുള്ളി ഉയർത്തി, പിന്നെ കണ്ണുകൾ ചിമ്മി നിശബ്ദമായി ആ തണുത്ത ജലത്തിൻ്റെ തഴുകൽ അനുഭവിക്കുന്നു. അതിൻ്റെ ശേഷം ചെറിയൊരു വിറയൽ, അത്രമേൽ നിർമ്മലവും മനോഹരവും. വെള്ളത്തിൽ കുളിക്കുന്ന പക്ഷികൾക്ക് ഇത് സന്തോഷത്തിൻ്റെ നിമിഷം. ചിറകുകൾ നീട്ടി വെള്ളത്തിൻ്റെ തണുപ്പ് പിടിച്ച്, പിന്നെ ഒരു മിനിറ്റ് മുഴുവൻ ചിറകുകൾ വിറക്കുമ്പോൾ ചുറ്റും വീഴുന്ന തുള്ളികൾ ചെറിയൊരു മഴ പൊഴിവനെ പോലെ. മുറ്റം ഒരു പഠനമാകുന്നു. പക്ഷികളുടെ സ്വഭാവം, അവരുടെ സൂക്ഷ്മത, അവരുടെ ഭയം, അവരുടെ ധൈര്യം എല്ലാം നമ്മൾ കാണുന്നു. ഒരു പക്ഷി വെള്ളത്തിനരികിലെത്തി ചുറ്റും നോക്കും. മനുഷ്യർക്ക് കാഴ്ചയിൽ വളരെ സാധാരണമായൊരു നോക്കൽ, പക്ഷെ അതിനുള്ളിൽ ഒരു വലിയ ജാഗ്രതയുണ്ട്. ജീവൻ അതിനിരപ്പിലാണ്. അതൊരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും പറന്നു മാറും. പക്ഷേ അപകടമില്ലെന്ന് മനസ്സിലായാൽ മടങ്ങിയെത്തും. അതാണ് അവരുടെ സാഹസികതയും പിടിച്ചു പുറപ്പെടലും. വലിയ പക്ഷികൾക്കും ഈ മുറ്റത്ത് തങ്ങൾക്ക് വേണ്ട ഒരു സമയമുണ്ട്. അവരെത്തുമ്പോൾ ചെറിയ പക്ഷികൾ അല്പം മാറി നിൽക്കും. പക്ഷേ ഭയമില്ല. ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ നിശബ്ദ നിയമം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ സമയം, തങ്ങളുടെ അവസരം കൈവശം വയ്ക്കുന്നു. മണ്ണിൽ വീണിരിക്കുന്ന ഇലകളിലും പക്ഷികൾക്കൊരു ലോകമുണ്ട്. ഒരു പക്ഷി ഒരു ഇല എടുത്തു നോക്കി, അത് ചെറിയൊരു കളിപ്പാട്ടം പോലെ മനസ്സിലാക്കി, പിന്നീട് കളഞ്ഞ് മറ്റൊന്നിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് ചെറിയൊരു പുഞ്ചിരി തന്നെയാണ്. പ്രകൃതി അത്ഭുതകരമാണ്. ഓരോ ചലനവും ഒരു സ്വാഭാവിക സംഗീതം പോലെ. ഇവിടെ പറക്കുന്ന പക്ഷികൾക്ക് ആകാശത്തിൻ്റെ വിശാലതയും മുറ്റത്തിൻ്റെ സുരക്ഷയും ഒരുമിച്ചിരിക്കുന്നു. അവർക്കൊരു വീടില്ലെങ്കിലും മുറ്റമൊരു താൽക്കാലിക വീട്, ഒരു ആശ്വാസ സ്ഥലം, ഒരു നിമിഷത്തെ സമാധാനം. വെള്ളം വലിയതൊന്നുമല്ല, ഒരു പാത്രം മാത്രം, പക്ഷേ അതൊരു പക്ഷിക്ക് ജീവിതമാണ്. ഒരു പക്ഷി മറ്റൊന്നിനെ നോക്കി അതെന്ത് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. ചിലപ്പോൾ പിന്തുടരും, ചിലപ്പോൾ മാറി നിൽക്കും, ചിലപ്പോൾ ഒരുമിച്ചും കുടിക്കും. ഇവരുടെ ബന്ധം നമ്മളെ പഠിപ്പിക്കുന്നത് സഹവാസമാണ്. ഒരേ വെള്ളത്തിൽ തള്ളിത്തള്ളാതെ ഉപയോഗിക്കാനുള്ള മനസ്സാണ്. മനുഷ്യർക്ക് വളരെ സാധാരണമായ ഈ ജലസ്രോതസ്സും പക്ഷികൾക്ക് അത്രമേൽ അനിവാര്യമാണ്. കാറ്റു മാറുന്നു, നിഴലുകൾ മാറുന്നു, പക്ഷേ പക്ഷികളുടെ ശീലങ്ങൾ മാറുന്നില്ല. അവർ വരും, അവർ പോകും, അവർ വീണ്ടും വരും. ജീവിതം അതുപോലെയല്ലേ? ആരും ഒരു സ്ഥലത്ത് സ്ഥിരം താമസിക്കുന്നില്ല. എല്ലാവർക്കും ഓരോ യാത്രയുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ ജീവിതത്തിൽ പ്രത്യേകമാകും. ഈ മുറ്റം പക്ഷികൾക്ക് അത്തരത്തിലൊരു സ്ഥാനമാണ്. വെള്ളത്തിൻ്റെ തണുപ്പും പ്രകൃതിയുടെ നിഷ്കളങ്കതയും പക്ഷികൾക്കൊരാശ്വാസമാണ്. ഇവിടെയുള്ള ഓരോ പക്ഷിയെയും കണ്ണുകളിൽ ഒരു വിശ്വാസമുണ്ട്.
അവർ മനുഷ്യരെ അത്ര ഭയപ്പെടുന്നില്ലെങ്കിലും സൂക്ഷ്മത വിട്ടുകളയുന്നില്ല. അത് അവരുടെ ജീവിതശൈലിയാണ്, അവരുടെ സ്വഭാവ സൗന്ദര്യം. നമ്മൾ ഈ ദൃശ്യം നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പ്രകൃതി നമ്മോട് ഒരു പാഠം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ കൈകൊണ്ട് തകർന്നു പോകുന്ന ഇക്കോസിസ്റ്റത്തിൽ ഒരു ചെറിയ കുളം പോലും ജീവജാലങ്ങൾക്ക് രക്ഷയാണ്. ഒരു വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം വെള്ളം പോലും ഒരു പക്ഷിയുടെ ദൈനംദിനം സന്തോഷം. അതാണ് പ്രകൃതിയുടെ സ്നേഹം. അതാണ് ചെറുതായി തോന്നുന്ന മഹത്തായ കാര്യം. നിമിഷങ്ങൾ മാറുന്നു, പക്ഷികൾ മാറുന്നു, പക്ഷേ ശാന്തത മാറുന്നില്ല. ഇതൊരു സിനിമയല്ല, ഇത് ജീവിതം തന്നെയാണ്. എത്ര നേരം നോക്കിയാലും മതിയാകാത്ത, ഓരോ തവണയും പുതിയൊരു സൗന്ദര്യം കണ്ടെത്താവുന്ന ഒരു ജീവിതം. ആകാശത്തിലേക്ക് പറന്നുയരുന്ന ഓരോ ചിറകിലും ഒരു സ്വാതന്ത്ര്യമുണ്ട്. മണ്ണിലിറങ്ങുന്ന ഓരോ കാൽവയ്പിലും ഒരു കരുതലുണ്ട്. വെള്ളം കുടിക്കുന്ന ഓരോ നിമിഷത്തിലും ഒരു നന്ദിയുണ്ട്. നമ്മൾ കാണാതെ പോകുന്ന അത്ര പാവമായ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പൂർത്തിയുള്ള ഭാഗമാണ്. പ്രകൃതി നമ്മോട് ചോദിക്കുന്നില്ല നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. അതിന് ആവശ്യം ചെറിയൊരു പരിഗണന മാത്രം. ഒരു പാത്രം വെള്ളം, ഒരു നിഴൽ, ഒരു മരച്ചില്ല, അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ ഇന്ന് കുറച്ചു നേരം ഈ മുറ്റത്തിൽ നിന്നപ്പോൾ മനസ്സിലായൊരു കാര്യമുണ്ട്. പക്ഷികൾ മനുഷ്യരെ വേണ്ടാതെ പോകുന്നതല്ല. പക്ഷേ മനുഷ്യർ പ്രകൃതിയെ തിരിച്ചു പിടിക്കണമെങ്കിൽ പക്ഷികളോട് അടുപ്പം വേണം. ഇവിടെ കാണുന്ന ഓരോ ചിറകും ഈ ഭൂമിയുടെ ഭാഗമാണ്. ഓരോ നാദവും ഒരു സമാധാനമാണ്. ഓരോ സാന്നിധ്യവും ഒരു അനുഗ്രഹമാണ്. ജീവൻ്റെ ഈ മൃദുവായ ഒഴുക്ക് നമ്മളെ പഠിപ്പിക്കട്ടെ. സ്നേഹം ചെറിയ കാര്യങ്ങളിലാണ്. പ്രകൃതി നമുക്ക് തുറന്നു കാട്ടുന്ന ഈ സൗന്ദര്യം നമ്മൾ സംരക്ഷിക്കട്ടെ. ഒരു പാത്രം വെള്ളം വയ്ക്കാൻ 2 മിനിറ്റ് മാത്രം. പക്ഷേ പക്ഷികളുടെ സന്തോഷം അതൊരു മുഴുവൻ ദിവസത്തെ പ്രകാശമാണ്. ജീവിതത്തിൻ്റെ ഈ നിശബ്ദ നാടകത്തിൽ നാം കുറച്ചു കാലം കൂടി തങ്ങിക്കോളാം. കാരണം മുറ്റത്തിൻ്റെ ഈ ചെറിയ വീതിയിൽ ഓരോ നിമിഷവും പുതിയൊരു കഥ വിരിയുന്നു. പക്ഷികളുടെ ദൈനംദിന ജീവിതം എത്ര ലളിതമെന്ന് തോന്നിയാലും അതിൽ ഒരാഴമുണ്ട്, ഒരു പാഠമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. സൂര്യപ്രകാശം മാറി മാറി വീഴുമ്പോൾ പക്ഷികളുടെ ചിറകുകളിൽ ഒരു പൊന്നിൻ്റെ തിളക്കം. ആ തിളക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതി ഓരോ ജീവിയെയും തുല്യമായി തഴുകിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. പക്ഷികൾ അത് മനസ്സിലാക്കുന്നത് പോലെ തോന്നും. അവർ തല ചായ്ച്ച് കുറച്ചു നേരം നിൽക്കും, നിമിഷത്തെ അനുഭവിക്കും, പിന്നെ വീണ്ടും അവരുടെ ചെറിയ ലോകത്തിലേക്ക് മടങ്ങും. മുറ്റത്തിലെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന അവരുടെ ചെറിയ കാൽപ്പാടുകളിൽ ഒരു ഭാരമില്ല. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ചരിത്രമാണ്. ഒരു പക്ഷിയുടെ യാത്ര, അതിൻ്റെ തിരിച്ചുവരവ്, അതിൻ്റെ പ്രതീക്ഷ, നാം കാണാതെ പോകുന്നവ, പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ നൂലിഴയായി ചേർന്നവ. ഒരിക്കലൊരു പക്ഷി സാവധാനമായി മുന്നോട്ട് ചുവടുവെച്ച് വെള്ളത്തോടടുക്കും. പിന്നെ പെട്ടെന്നൊരു ശബ്ദം കേട്ട് പിന്നോട്ട് ചാടും. അതിൻ്റെ ആ ചെറിയ ഭാവങ്ങളും മിന്നുന്ന കണ്ണുകളും സൃഷ്ടിക്കുന്ന രസകരമായ വികാരങ്ങളും നമ്മളെ ഒരു നിമിഷത്തേക്കെങ്കിലും കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷികൾ പേടിക്കും, പക്ഷേ വീണ്ടും മടങ്ങിയെത്തും. അതാണ് അവരുടെ മുദ്രാവാക്യം. ജീവിതം ഭയത്തേക്കാൾ വലുതാണ്. ചിലപ്പോൾ 2 പക്ഷികൾ ഒരുമിച്ചെടുത്തിരിക്കും. ഒരാൾ മുന്നോട്ട് ചുവടുവയ്ക്കും, മറ്റൊന്ന് അല്പം പിന്നിൽ നിൽക്കും. പക്ഷേ അവർ തമ്മിൽ ഇടിച്ചു മറിച്ചു കയറില്ല. അവർ പരസ്പരം ബഹുമാനിക്കുന്നു. അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, മനുഷ്യരിലേക്കാൾ കുറച്ചുകൂടി സമാധാനം ഈ ചെറുതായ പക്ഷികളിലാണെന്ന്. മുറ്റത്തിൽ വീഴുന്ന കാറ്റിൻ്റെ ശബ്ദം, ദൂരത്ത് ചേക്കേറാൻ പോകുന്ന മറ്റു പക്ഷികളുടെ വിളി, ഇടയ്ക്കുള്ള അദൃശ്യനാദങ്ങൾ, ഇവയെല്ലാം കൂടി നിൽക്കുമ്പോൾ ഇത് ഒരു സംഗീതമാകുന്നു. ഒരു ഓർക്കസ്ട്രയുടെ സംവിധായകനില്ലാതെ സംഘടിപ്പിക്കുന്ന ഒരു സംഗീതം. എന്നാൽ അത് ഏതു മനുഷ്യനും ഹൃദയം കൊണ്ട് കേൾക്കും. സൂര്യൻ ഉയർന്നപ്പോൾ വെള്ളത്തിലൊരു മാറ്റം. കാറ്റ് ചലിപ്പിക്കുന്ന താളത്തിൽ വെള്ളം നിശബ്ദമായി നൃത്തം ചെയ്യും. ആ നൃത്തം കാണുവാൻ ചില പക്ഷികൾ ഒന്നു നിൽക്കും. അവർക്ക് കഥകൾ പറഞ്ഞു തരുന്നത് പോലെ പ്രകൃതി സംസാരിക്കുന്നു, നിശബ്ദമായും പക്ഷേ ശക്തമായും. പക്ഷികളെ ഒരു നിമിഷം നിരീക്ഷിക്കുന്നത് നമ്മെ ശാന്തമാക്കുന്നു. നമ്മൾ മറന്നുപോയൊരു പാഠം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. സമയം മന്ദഗതിയിലാവുമ്പോഴാണ് ലോകം മനോഹരമാകുന്നത്. ഊർജം കുറച്ച് ശാന്തതയിലേക്ക് വീഴുമ്പോഴാണ് ഹൃദയം നിറയുന്നത്. നമ്മൾ കാണുന്ന ഈ ചിറകുകൾക്ക് ദൂരം കാണേണ്ടതില്ല. അവർക്ക് വേണ്ടത് ഒരു സുരക്ഷിത സ്ഥലം മാത്രം. മനുഷ്യരുടെ വീടുകൾക്കരികിലായാലും അവർക്ക് ആശങ്ക കുറവാണ്.
കാരണം പ്രകൃതി നിർമ്മിച്ച ആ അന്തർബോധം അവരെ നയിക്കുകയാണ്. പ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ കാണുന്നില്ലെങ്കിലും ഞാൻ ജീവിക്കുന്നു, നീ മറന്നാലും ഞാൻ നിനക്കായി പാടുന്നു. ഈ പാട്ട് നമ്മൾ കേൾക്കണമെന്നേയുള്ളൂ. പക്ഷികളുടെ നിശബ്ദ ശബ്ദത്തിൽ, പ്രകൃതിയുടെ മൃദുവായ ശ്വാസത്തിൽ, ഈ മുറ്റത്തിൻ്റെ ശാന്തതയിൽ ജീവിതം വീണ്ടും വീണ്ടും പിറക്കുന്നു.